ഹലോ, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തിയായ പപ്പായ ജ്യൂസിൻ്റേതാണ് കേട്ടോ. അതെങ്ങനെ തയ്യാറാക്കണേ നമുക്ക് നോക്കാം. ഞാൻ രണ്ട് ചെറിയ പപ്പായാണ് എടുത്തുള്ളത് കേട്ടോ. നിങ്ങൾക്കൊരു മീഡിയം പപ്പായ എടുത്താൽ മതി. ഞാനിപ്പോൾ ചെറുതാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ ഉള്ളിലെ സീഡൊക്കെ നന്നായിട്ട് കളയണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് പപ്പായ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ യൂസ് ആക്കാനുള്ളതാണ്. അത് കാരണമാണ് ഞാൻ പറയുന്നത്. നന്നായിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിതുപോലെ സീഡൊക്കെ എടുത്ത് കളയാം കേട്ടോ. പപ്പായ നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. നമ്മൾ പപ്പായ ജ്യൂസായിട്ട് കുടിക്കാം. പഴുത്ത പപ്പായ നന്നായിട്ട് അടിച്ചിട്ട് പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ ഇടാം, പഞ്ചസാര ഇടാണ്ട് കുടിക്കാം. എന്നിട്ട് നന്നായിട്ട് ജ്യൂസാക്കിയിട്ട് കുടിക്കാം. പപ്പായ കട്ട് ചെയ്തിട്ട് കഴിക്കാം, പിന്നെ തോരനായിട്ട് കഴിക്കാം, എലിശ്ശേരി ആയിട്ട് വെച്ചിട്ട് കഴിക്കാം, കറിയായിട്ട് കഴിക്കാം. ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ ഇത് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. പപ്പായ ഇതുപോലെ സീഡൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ അത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെറുതാക്കി അരിയണം കേട്ടോ. പപ്പായ ചെറുതാക്കി അരിയണം. തൊലിയൊന്നും കളയണ്ട കേട്ടോ. തൊലി ആവശ്യമാണ് ഇതിന്. അപ്പോൾ ഇതുപോലെ കഷ്ണാക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ പപ്പായ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇത് കുടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂറിക് ആസിഡ് ഉള്ളവർക്ക് നല്ല അത്യുത്തമമായൊരു ജ്യൂസാണ് കേട്ടോ ഈ പപ്പായ ജ്യൂസ്. നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് ബോയിലാക്കി എടുക്കുന്നത് ആ പാത്രം വയ്ക്കുക. ഞാനൊരു സ്റ്റീലിൻ്റെ ഡവറയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് പപ്പായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് നേർപ്പിച്ച കഞ്ഞിവെള്ളം പോലെ ആവണം കേട്ടോ അവസാനമായിട്ട്. അത് നമ്മൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് 1 ഗ്ലാസ്സാക്കി വറ്റിച്ചെടുക്കണം കേട്ടോ. അതാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ അതൊന്ന് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അടച്ച് വെച്ചിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ. നന്നായിട്ട് തള വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പപ്പായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. പപ്പായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ കഷ്ണങ്ങളൊന്നും വേണ്ട, അത് നമ്മളൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഈ പപ്പായയിൽ ഇങ്ങനെ ഇതിൻ്റെ ഇതുണ്ടാവില്ലേ, കറ, അങ്ങനെ വെള്ള പാല് പോലെ, അതൊക്കെ ഇതിലേക്ക് എടുക്കണം കേട്ടോ. നല്ലതാണ് ഈ യൂറിക് ആസിഡിന്. 10 ദിവസം കൊണ്ട് തന്നെ ഡെയിലി ഇത് കുടിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് പരമാവധി കുറയുമെന്നാണ് പറയണത്. അത് കാരണം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. താങ്ക്